ജെയ്ഷെ മുഹമ്മദുമായി ബന്ധമുള്ള 3 പാകിസ്ഥാൻ ഭീകരർ മജൽട്ട പ്രദേശത്തെ സോൻ ഗ്രാമത്തിലെ ഒരു സാധാരണക്കാരന്റെ വീട്ടിൽ കയറി. ഒരു പ്രാദേശിക ബക്കർവാൾ കുടുംബത്തിൽ നിന്നും ഭക്ഷണം ആവശ്യപ്പെടുകയും ചെയ്തു. സംഭവത്തെ തുടർന്ന് ഗ്രാമവാസികൾ ഉടൻ തന്നെ സുരക്ഷാ സേനയെ വിവരം അറിയിച്ചിട്ടുണ്ട്. അവർ പ്രദേശം വളയുകയും ചെയ്തു. അടുത്തിടെ നുഴഞ്ഞുകയറിയതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ട തീവ്രവാദികളെ വനപ്രദേശത്തെ ഒരു ഒളിത്താവളത്തിലേക്ക് പിടികൂടിയതോടെ എല്ലാ രക്ഷപ്പെടൽ വഴികളും അടച്ചുകൊണ്ട് വൻതോതിലുള്ള തിരച്ചിൽ നടക്കുകയാണ്. ഉധംപൂർ ജില്ലയിലെ ജോഫർ പ്രദേശത്ത് വൈകുന്നേരം 7 മണിയോടെയാണ് സംഭവം നടന്നത്. തിങ്കളാഴ്ച വൈകുന്നേരം സുരക്ഷാ സേനയും ജെയ്ഷെ മുഹമ്മദ് ഭീകരരും തമ്മിൽ ശക്തമായ ഏറ്റുമുട്ടൽ ഉണ്ടായിരുന്നു. ഏറ്റുമുട്ടലിനിടെ വെടിയേറ്റ് പരിക്കേറ്റ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ മരിച്ചു. പാകിസ്ഥാൻ ആസ്ഥാനമായുള്ള ജെയ്ഷെ മുഹമ്മദുമായി ബന്ധമുള്ള 3 ഭീകരരുടെ സാന്നിധ്യം സൂചിപ്പിക്കുന്ന കൃത്യമായ രഹസ്യാന്വേഷണ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ജമ്മു കാശ്മീർ പോലീസിന്റെ സ്പെഷ്യൽ ഓപ്പറേഷൻസ് ഗ്രൂപ്പ്, ഇന്ത്യൻ സൈന്യം, CRPF എന്നിവരുടെ സംയുക്ത സംഘം തിങ്കളാഴ്ച വൈകുന്നേരം ഉധംപൂർ ജില്ലയിലെ മജൽട്ട ബെൽറ്റിലെ സോഹൻ എന്ന വിദൂര വനഗ്രാമത്തിൽ തിരച്ചിൽ ആരംഭിച്ചു. വൈകുന്നേരം 6 മണിയോടെ സൈന്യം ഗ്രാമത്തിൽ പ്രവേശിച്ചപ്പോൾ ഹ്രസ്വവും എന്നാൽ തീവ്രവുമായ ഒരു വെടിവെയ്പ് നടന്നിരുന്നു. തീവ്രവാദികൾക്ക് ഒളിച്ചിരിക്കാനും സുരക്ഷാ സേനയെ പതിയിരുന്ന് ആക്രമിക്കാനും ആക്രമണം നടത്താനും കഴിയുന്ന ഇടതൂർന്ന വനപ്രദേശം കാരണം ഈ പ്രദേശം തീവ്രവാദ സംഭവങ്ങൾക്ക് സാധ്യതയുള്ളതായി കണക്കാക്കപ്പെട്ടു. ജമ്മു കാശ്മീരിന്റെ ഉയർന്ന പ്രദേശങ്ങളിൽ കനത്ത മഞ്ഞുവീഴ്ച റിപ്പോർട്ട് ചെയ്തതോടെ ജനങ്ങളും അവരിലെ തീവ്രവാദികളും മേഖലയിലൂടെ താഴേക്ക് നീങ്ങാൻ തുടങ്ങിയിട്ടുണ്ട്. ഇത് സൈന്യം തിരച്ചിൽ പ്രവർത്തനങ്ങൾ കൂടുതൽ ശക്തമാക്കാൻ പ്രേരിപ്പിച്ചു. അതേസമയം പാകിസ്ഥാൻ വംശജരായ 2 ബലൂണുകൾ ഒരു ദിവസം കണ്ടെത്തി. ഒന്നിൽ ഇംഗ്ലീഷിലും ഉറുദുവിലും SGA പാകിസ്ഥാൻ എന്ന് എഴുതിയിരുന്നു. മറ്റൊന്നിൽ വ്യത്യസ്ത സ്ഥലങ്ങളിൽ പാകിസ്ഥാൻ കറൻസിയും കെട്ടിയിരുന്നു. സാംബയിലെ പുർമണ്ഡലിലെ പച്ചോളി ഗ്രാമത്തിൽ നിന്നാണ് SGA പാകിസ്ഥാൻ എന്ന് അടയാളപ്പെടുത്തിയ ബലൂൺ കണ്ടെത്തിയത്. ജമ്മുവിലെ രാംഗഡ് സെക്ടറിലെ സ്വാൻഖ ഗ്രാമത്തിൽ നിന്നാണ് മറ്റൊന്ന് കണ്ടെടുത്തത്. തുറന്ന കൃഷിഭൂമിയിലാണ് ബലൂൺ കിടക്കുന്നത് കണ്ടെത്തിയത്. പരിശോധനയിൽ ബലൂണിന് സമീപത്ത് നിന്നും ഒരു പാകിസ്ഥാൻ കറൻസി നോട്ട് കണ്ടെടുത്തു. 2 ബലൂണുകളും ഇപ്പോൾ പിടിച്ചെടുത്തിട്ടുണ്ട്. ബലൂണുകൾ പ്രദേശത്ത് എത്താൻ കാരണമായ സാഹചര്യം എന്താണെന്ന് അധികൃതർ അന്വേഷിച്ചു വരികയാണ്. മജൽട്ട പ്രദേശത്തെ സോൻ ഗ്രാമത്തിലെ ഒരു സാധാരണക്കാരന്റെ വീട്ടിൽ ജെയ്ഷെ മുഹമ്മദുമായി ബന്ധമുള്ള 3 പാകിസ്ഥാൻ ഭീകരർ കയറി ഒരു പ്രദേശത്തെ ബക്കർവാൾ കുടുംബത്തിൽ നിന്നും ഭക്ഷണം ആവശ്യപ്പെട്ടതിനെ തുടർന്നാണിത്. സംഭവത്തെ തുടർന്ന് ഗ്രാമവാസികൾ ഉടൻ തന്നെ സുരക്ഷാ സേനയെ വിവരം അറിയിക്കുകയും ചെയ്തു. അടുത്തിടെ നുഴഞ്ഞുകയറി റിപ്പോർട്ട് ചെയ്യപ്പെട്ട തീവ്രവാദികളെ വനപ്രദേശത്തെ ഒരു ഒളിത്താവളത്തിലേക്ക് പിടികൂടിയതോടെ എല്ലാ രക്ഷപ്പെടൽ വഴികളും അടച്ചുകൊണ്ട് വൻതോതിലുള്ള തിരച്ചിൽ നടന്നു. ഉധംപൂർ ജില്ലയിലെ ജോഫർ പ്രദേശത്ത് വൈകുന്നേരം 7 മണിയോടെയാണ് സംഭവം നടന്നത്. വൈകുന്നേരം സുരക്ഷാ സേനയും ജെയ്ഷെ മുഹമ്മദ് ഭീകരരും തമ്മിൽ ശക്തമായ ഏറ്റുമുട്ടലുമുണ്ടായി. ഏറ്റുമുട്ടലിനിടെ വെടിയേറ്റ് പരിക്കേറ്റ ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ് മരിച്ചത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.